ശരിയാക്കാം, ഒരു ചെറിയ സ്പാൻഡ് എടുത്തോട്ടെ. ഹോം ഗാർഡിന് വർധനം. അത് ഭയങ്കര കഷ്ടമായി പോയി കേട്ടോ. ഒരുത്ത മട്ട് എങ്ങനെയൊക്കെ പാങ്ങളൊക്കെ പിടിച്ചിടിക്കുന്നു. റോഡിൽ നിന്നൊരു പാവം ഈ ട്രാഫിക്കിന് നിൽക്കത്തില്ലടോ വഴിയില്. അവരാണെ തീരെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്ന തൊഴിലത്. എവിടെയാന്നു പഴം പിന്നെ ഓണാകത്തില്ല. ഓപ്പൺ ലിങ്ക് അതെന്തടി ഇതിനകത്ത് വരുമ്പോ ഇങ്ങനെ അഴലിൻ്റെ ആത്മാവിൽ കാണിക്കാം. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയല്ലോ. പാവപ്പെട്ടവന്മാരെ തല്ലുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക സുഖം ആ യുവാവിന് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ? റോഡില് ട്രാഫിക്കിന് നിൽക്കത്തില്ലേ, ആളെ പിടിച്ച് ഉന്തി തള്ളി ഒരുത്തൻ താഴെ ഇട്ടു. ഇടയിടെ വലിയ ഹീറോ ഒന്നും അല്ല കേട്ടോ. അതൊരു ഹീറോയിസം ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഭയങ്കര മണ്ടത്തരമാണ്. കാരണം തീരെ പാവപ്പെട്ട മനുഷ്യരാണ്, വിദ്യാഭ്യാസവും കുറവായിരിക്കും. പിന്നെ അവരോട് പറഞ്ഞേക്കുന്ന പണി എന്ന് പറയുന്നത് ജോലി ചിലപ്പോൾ ശരിക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ഹോട്ടലിന്റെ മുന്നിൽ ഇപ്പോൾ സെക്യൂരിറ്റിമാർ കിടന്ന് ഇങ്ങോട്ട് ഇച്ചിരൂടെ നീക്കെന്ന് പറയത്തില്ലേ, അതുപോലെ പണി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ വേറെ ചിലതൊക്കെ ചെയ്തൊന്നും ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കയറി തല്ലുക, റോഡിൽ ഇട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫ്രസ്ട്രേഷനാണ്. അതൊരു ഗതികെട്ടൊരു ആൾക്കേ പറ്റത്തുള്ളൂ. അതിലും ഗതികേടെന്ന് പറയുന്നൊരു ഗതികേട്. അത് ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതിന്റെ ഗതികേടോ നിവർത്തികേടോ അങ്ങനെയല്ലത്. അത് തലയ്ക്ക് വെളിവില്ല എന്ന് പറയും. വലിയ സംഭവമാകാൻ നോക്കുന്നത്. പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരു ദേഷ്യം കയറിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചെന്നൊക്കെ പറഞ്ഞ പോലെ വെക്കാൻ കൊള്ളാവുന്നൊരു സ്ഥലം മാത്രമാണ്. പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ആളെ. ഇതൊക്കെ പട്ടിഷോ, ഇതാണ് റിയൽ പട്ടിഷോ. എന്നാ പിന്നെ നീ ചെന്ന് കൊള്ളാവുന്ന വേറെ എവിടെ ചെന്ന് കയറിക്കൂടെ? അതെ, ഓ എസ് ഐ ഇതുപോലെ അതെ, ഈ പാവപ്പെട്ടവരെ തല്ലാവോ? എസ് ഐ കറപ്റ്റ്. ഇപ്പൊ കൈക്കൂലി മേടിക്കുന്ന എസ് ഐമാരൊക്കെ ഉണ്ട്. വേണം ഞാൻ ഒരാളെ കാണിച്ചു തരാം, നീ തല്ല്. എസ് ഐയെ തല്ലണ്ട, തിരിച്ചു കിട്ടുമെന്നുള്ള സ്ഥലത്ത് ശരിക്കും പോയി തല്ലണ്ടേ, എന്നാലേ സുഖം കിട്ടത്തുള്ളൂ. തല്ലുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? ഒരല്ല വേണ്ട, ഈക്വലായിട്ടെങ്കിലും നിൽക്കണം. ഇനി തിരിച്ചു തല്ലാൻ പറ്റാത്ത ഒരാൾ, അയാൾക്ക് പ്രായം ഉണ്ടെന്ന് തോന്നല്ലേ, ഉന്തിയ ഇങ്ങനെ വീഴൂ. കഷ്ടം. ഇവനൊക്കെയാണ് ഈ ടോക്സിക് എന്ന് പറയുന്ന ആൾക്കാർ. ഇവര് വീട്ടിൽ ചെന്നാലും ഇവർ ഈ തന്നെക്കാൾ ശക്തി കുറഞ്ഞ ആൾക്കാരെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ ദേഷ്യം ഒക്കെ മാറ്റുന്ന ടൈപ്പ് സ്വഭാവമുള്ളവരാണ്. ഇവരുടെ ഭാര്യ, ഇവരുടെ മക്കൾ, ഇവർക്കെല്ലാം പല സമയത്തെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലപ്പോൾ ഒറ്റയടി മതി, ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു പോകും. പിന്നെ ചിലപ്പോൾ പോയ കിളി തിരിച്ചു വരത്തില്ല. ആരുടെയാ? ഭാര്യയുടെയോ കൊച്ചിന്റെ. പിന്നെ നിരന്തരമായാലും ഇത് പ്രശ്നമാണ്. ഇങ്ങനെയുള്ളവന്മാർ വലിയ ആളാണെന്നുള്ള വിചാരമുണ്ട്. ഒരു ലോക്കൽ ഏരിയ കിടന്ന് ഷൈനിങ് ആണ്. എന്നാൽ വേറെ ഒന്നിനും കൊള്ളത്തൊന്നും കാണത്തില്ല, അതുറപ്പാണ്. വേറെ പരിപാടിക്കൊന്നും കൊള്ളത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കുന്നില്ല. ഇയാളെ തള്ളണമെന്നുണ്ടെങ്കിൽ അവനൊരു ഗതികെട്ടവൻ തന്നെ, സർട്ടിഫൈഡ് ഗതികെട്ടവൻ എന്നറിയപ്പെടും. അപ്പൊ ഞാൻ പറയുന്നത് എന്തൊരു നാണക്കേടാ. അല്ല, ഇവൻ പ്രായം ചെന്നവരെ അടിക്കാൻ സാധ്യതയുണ്ട്. ഇവന് അവനൊക്കെ വീക്കായിട്ടൊരു സാധനത്തെ കണ്ടുകൊണ്ട് മാത്രം ഈ ഇത്തരം ഒരു അറ്റാക്ക് അവിടെ നടന്നത്. അല്ല, ഇപ്പൊ അവിടെ എസ് ഐ നിൽക്കുന്നെങ്കിൽ ഇവൻ അടിക്കത്തില്ലെന്നുള്ള കാര്യം ഷുവറാണ്. മനസ്സിലായോ? അപ്പോ അത് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഇവന്റെ അസുഖം എന്താണെന്ന് മനസ്സിലായോ? ഞങ്ങളുടെ അണ്ണൻ വന്നിട്ടുണ്ട്, ഇനി കുറച്ചു നേരം കഴിഞ്ഞ് കാണാം.